ഇതൊരു നോർമൽ ഈവനിങ് റൂട്ടീൻ വീഡിയോ അല്ല. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്ന കുഞ്ഞു കാര്യങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ ഓയിലിട്ട് ഹെയർ മസാജ് ചെയ്ത് ബാത്ത് ചെയ്താൽ നമ്മുടെ മസിൽ റിലാക്സ് ആവും, ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. ഇതൊക്കെ എന്തിനാണെന്നല്ല, ഈവനിങ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലുള്ള പൈനിയൽ ഗ്ലാൻഡ് ഈ മെലാറ്റോണിൻ ഉണ്ടാക്കി തുടങ്ങും. മെലാറ്റോണിൻ ഒരു ഹോർമോണാണ്. ഇതാണ് നമ്മളെ റിലാക്സായി കാമായി രാത്രി ഉറങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈവനിങ് ബാത്ത് എന്ന് പറയുന്നത് ഒരു സെൽഫ് കെയർ മാത്രമല്ല. ഈവനിങ് നമ്മൾ വാക്കിന് പോകുന്നത്, ചായ കുടിക്കുന്നത്, വിളക്ക് കൊളുത്തി പ്രേ ചെയ്യുന്നത്, സിന്ദൂരം തൊടുന്നത് പോലും നമ്മുടെ നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഒരു എനർജി ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോഴും ആക്ടിവേറ്റ് ആവാറുള്ളത്. ഇവിടെ നമ്മൾ നമ്മളോട് തന്നെയാണ് പ്രേ ചെയ്യുന്നതും. പ്രേ ചെയ്യുമ്പോൾ നമ്മുടെ പോസിറ്റിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് പല പല കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് പോസിറ്റിവിറ്റി കൂട്ടി മെലാറ്റോണിൻ ബൂസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പെറ്റിനെ പാറ്റ് ചെയ്യുന്നതും ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നതും നമ്മുടെ മൂഡ് ഇംപ്രൂവ് ചെയ്യും. സ്ലീപ്പ് ഹോർമോണായ സെറോട്ടോണിൻ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഈ ഫുൾ മൂൺ നോക്കിയിരിക്കുന്നത് പോലും നമ്മുടെ മൈൻഡ് നല്ല രീതിയിൽ കാമായി മൂഡ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഈവനിങ് ആകുമ്പോൾ നമ്മുടെ ഡൈജഷനും സ്ലോ ആവും. അപ്പോൾ ലൈറ്റായിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ഇനി രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഒരു ബുക്കൊക്കെ വായിച്ചിട്ട് കിടന്നാൽ നമ്മുടെ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മളെ ഉറങ്ങാൻ റെഡിയാക്കും. ഞാനിവിടെ എടുത്തേക്കുന്ന ബുക്ക് ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗിയാണ്. ഈ ബുക്കിൽ യോഗ, സോൾ, ആത്മാവ്, മരണം കഴിഞ്ഞ ആഫ്റ്റർ ലൈഫിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ബുക്കെല്ലാം വായിച്ചു കഴിഞ്ഞു. രാത്രിയാണല്ലോ ഡബിളായിട്ട് സ്കിൻ റീജനറേറ്റ് ചെയ്യുക. അപ്പോൾ ചെറുതായിട്ട് സ്കിൻ കെയറും ചെയ്തു. ഉറങ്ങാൻ അത്യാവശ്യമുള്ള മെലാറ്റോണിനൊക്കെ ഇപ്പോൾ വന്നു എന്ന് തോന്നുന്നു. നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഗുഡ് നൈറ്റ്.